നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യമനിൽ ഡസൻ കണക്കിന് ഹൂത്തി പോരാളികളെ വധിച്ച അമേരിക്കൻ വ്യോമാക്രമണത്തിന്റെ വീഡിയോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തു. ഇറാൻ പിന്തുണയോടെ വാണിജ്യ സൈനിക കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായിരുന്നു ഈ ആക്രമണം. ചൊവ്വാഴ്ച മാത്രം 200-ലധികം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. യമനിലെ ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രത്തിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് ഹൂത്തി അനുകൂലികൾ അറിയിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. ഇറാൻ പിന്തുണയുള്ള സംഘം ഇനി ഒരിക്കലും ഞങ്ങളുടെ കപ്പലുകൾ മുക്കില്ല എന്നും ഹൂതികൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞയാഴ്ച അമേരിക്കയുടെ MQ-9 റീപ്പർ ആളില്ലാ ചാരവിമാനം യമനിലെ ഹൂതി വിമതർ വെടിവച്ചിട്ടിരുന്നു. മധ്യ യമൻ പ്രവിശ്യയായ മാരിബിന് മുകളിൽ പ്രാദേശികമായി നിർമ്മിച്ച ഭൂതല വ്യോമ മിസൈൽ ഉപയോഗിച്ചാണ് ഡ്രോൺ തകർത്തതെന്ന് ഹൂതി സൈനിക വക്താവ് യഹ്യ സാരി അന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സാദാ പ്രവിശ്യയിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഹൂതികളുടെ അൽ മസീറ TV ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചാനൽ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ ഒരു ഇരുനില കെട്ടിടം പൂർണ്ണമായി തകർന്നതായി കാണാം. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ സൗരോർജ്ജ പവർ ഷോപ്പ് എന്ന് വിശേഷിപ്പിച്ച ഈ കെട്ടിടത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ട്രംപിന്റെ നേതൃത്വത്തിൽ യമനിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഇതിനോടകം 69 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ അവകാശപ്പെട്ടു. എങ്കിലും തങ്ങളുടെ സുരക്ഷാ സൈനിക നേതൃത്വത്തിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്ന് ഹൂതികൾ ആവർത്തിക്കുന്നു. എന്നാൽ ട്രംപ് ഓൺലൈനിൽ പങ്കുവച്ച ഒരു വീഡിയോ ഇതിന് വെല്ലുവിളി ഉയർത്തുന്നതാണ്. ആ വീഡിയോയിൽ കാണുന്ന നാശനഷ്ടങ്ങൾ ഹൂതികൾ പറയുന്നതിനേക്കാൾ വലുതാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ട് മാർച്ച് 15-ന് ആരംഭിച്ച US വ്യോമാക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണവും നടന്നിട്ടുള്ളത്. 2023 നവംബറിനും 2025 ജനുവരിക്കും ഇടയിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യാപാര കപ്പലുകൾക്ക് നേരെ 100-ലധികം ആക്രമണങ്ങൾ ഹൂതി സംഘം നടത്തിയതായി ട്രംപ് പറഞ്ഞു. ആ കാലയളവിൽ 2 കപ്പലുകൾ മുങ്ങിയതായും 4 നാവികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായി അമേരിക്ക ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ബുധനാഴ്ച നടന്ന US ആക്രമണത്തിൽ യമനിൽ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ചൊവ്വാഴ്ച മാത്രം 200-ലധികം ആക്രമണങ്ങൾ നടത്തിയതായും അവർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം ഗാസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ വിച്ഛേദിച്ചതിനെ തുടർന്നാണ് ഇസ്രയേലിനും US കപ്പലുകൾക്കുമെതിരെ ഹൂതികൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. വിമതരെ ലക്ഷ്യമിട്ട് ട്രംപ് യമനിൽ നടത്തിയ തീവ്രമായ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 69 പേർ കൊല്ലപ്പെട്ടതായി ഹൂതികൾ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. എന്നിരുന്നാലും തങ്ങളുടെ സുരക്ഷാ സൈനിക നേതൃത്വത്തിന് യാതൊരു നാശനഷ്ടവും സംഭവിച്ചതായി ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഹൊദൈദ, സാദ, സന, ഹജ്ജ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന പ്രദേശങ്ങളിൽ ലക്ഷ്യമിട്ട് 1-ലധികം ആക്രമണങ്ങൾ നടന്നു. ഹൊദൈദയിലെ മൻസൂരിയ ജില്ലയിലെ ഒരു ജലപദ്ധതി സ്ഥലത്ത് 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ട്രംപ് പുറത്തുവിട്ട ഡ്രോണിൽ നിന്നോ സൈനിക വിമാനത്തിൽ നിന്നോ പകർത്തിയതായി തോന്നുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്യൂട്ടേജിൽ 70-ലധികം പേർ ഒരു വൃത്താകൃതിയിൽ ഒത്തുകൂടി നിൽക്കുന്നതും നിമിഷങ്ങൾക്കു ശേഷം ഒരു വലിയ സ്ഫോടനം കാണുകയും കട്ടിയുള്ള പുക ഉയരുകയും ചെയ്യുന്നത് കാണുന്നു. ഹൂതികളെ ലക്ഷ്യമിട്ട് ഇതുവരെ 200-ലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൌസ് തന്നെ അറിയിച്ചു. ഈ ആഴ്ച ഹൂതി ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ഡസൻ കണക്കിന് ആക്രമണങ്ങളിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യമനിലെ വിമതരുടെ നിയന്ത്രണത്തിലുള്ള സാബ വാർത്താ ഏജൻസി ബോംബാക്രമണത്തെ ഹൊദൈദ ഗവർണറേറ്റിലെ ഒരു സാമൂഹിക ഈദ് സന്ദർശനം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന് സൂചിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വിശുദ്ധ മുസ്ലിം നോമ്പുകാലമായ റമദാനിന്റെ അവസാനത്തിലെ ഉത്സവമായ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നതാണ് സ്ഫോടനത്തിന് മുന്നിലുള്ള ദൃശ്യം സൂചിപ്പിക്കുന്നത് എന്ന് കരുതുന്നു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഹൂതികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹൂതികൾക്ക് നൽകുന്ന പിന്തുണ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ആവശ്യപ്പെട്ടു. ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ ഞങ്ങൾ മാരകമായ ശക്തി പ്രയോഗിക്കുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ബോംബാക്രമണങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇസ്രയേലിന്റെ ഉൾപ്പെടെയുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതെന്നാണ് ഹൂതികൾ പറയുന്നത്.
2023 മാർച്ച് 19 ചെങ്കടലിലൂടെ പോവുകയായിരുന്ന ഗാലക്സി ലീഡർ എന്ന ചരക്കു കപ്പൽ യമനിലെ ഹൂതി വിമതർ പിടിച്ചടക്കിയത്. ഇസ്രയേലുമായി ബന്ധമുള്ളതിനാലാണ് കപ്പൽ റാഞ്ചിയതെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും വരെ ഇസ്രയേലുകാരുടെയും അവരുമായി ബന്ധമുള്ളവരുടെയും കപ്പലുകളിൽ ലക്ഷ്യമിടുമെന്നും ഹൂതികൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷം ഇങ്ങോട്ട് 130-ലധികം ആക്രമണങ്ങളാണ് ചരക്കു വ്യാപാര കപ്പലുകൾക്കെതിരെ ഹൂതികൾ ചെങ്കടലിൽ നടത്തിയത്. പലതും തകർന്നു, ചിലത് അപ്പാടെ മുങ്ങിപ്പോയി. ചെങ്കൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ഇത് വലിയ തോതിൽ തന്നെ ബാധിക്കുകയും ചെയ്തു. ഇസ്രയേൽ ഹമാസ് പോരാട്ടം രൂക്ഷമാകുമ്പോഴാണ് ഗാസയ്ക്കും പലസ്തീനുമെല്ലാം പുറമെ ചെങ്കടൽ കൂടി ലോകശ്രദ്ധ നേടിയത്. യുദ്ധത്തിൽപ്പെട്ടിരിക്കുന്ന പലസ്തീൻ ഗാസ നിവാസികൾക്ക് ഭക്ഷണവും മരുന്നും എത്തിച്ചില്ലെങ്കിൽ ഇസ്രയേലിലേക്കുള്ളതും അവിടെ നിന്ന് തിരിച്ചുപോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കുമെതിരെയും ആക്രമണമുണ്ടാകുമെന്ന ഹൂതികളുടെ മുന്നറിയിപ്പിൽ തുടങ്ങിയ ആക്രമണം ഇത്രയും കാലമായും നീണ്ടുനിൽക്കുക തന്നെയാണ്. മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര കപ്പൽപാതയായ ചെങ്കടലിൽ ഉണ്ടായിരിക്കുന്ന വഴിമുടക്കൽ ലോകത്തെ ഒന്നാകെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും ചെയ്തിരുന്നു. ഹൂതികൾ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ, കപ്പൽ പിടിച്ചെടുക്കൽ എന്നിവ തുടങ്ങിയതോടെ ലോകത്തിലെ പല വമ്പൻ കപ്പൽ കമ്പനികളും ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചു. ഇത് ചരക്കു നീക്കത്തെ അടക്കം ബാധിക്കുകയും വിലക്കയറ്റം അടക്കമുള്ള പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇറാനാണ് ഹൂതികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്നും കപ്പൽ പിടിച്ചെടുക്കലും ആക്രമണവും ഇറാന്റെ ഭീകരവാദ പ്രവർത്തനത്തിന് ഉദാഹരണമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. എങ്കിലും കപ്പലുകൾക്കെതിരെ ഹൂതികളുടെ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യൻ പതാകയേന്തിയ കപ്പലുകൾക്കും ചെങ്കടലിൽ വെച്ച് ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹൂതികൾക്കുള്ള പിന്തുണ പിൻവലിച്ചില്ലെങ്കിൽ ഇറാനും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഇറാന്റെ പിന്തുണയില്ലെങ്കിൽ ഹൂതികൾക്ക് നിലനിൽക്കാനാവില്ല എന്നും അതുകൊണ്ട് ഹൂതികൾ നടത്തുന്ന എല്ലാ ആക്രമണത്തിനും ഉത്തരവാദി ഇറാനായിരിക്കുമെന്നും US സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാന്റെ പിന്തുണയില്ലെങ്കിൽ ഹൂതികൾക്ക് ഇത്രകാലം ഈ ആക്രമണ പരമ്പരകളെ നീട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കലും ആകില്ല. അവർക്ക് പിൻവാങ്ങുന്നതാണ് നല്ലത്. അല്ലാത്തപക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള തിരിച്ചടികളെ നേരിടേണ്ടി വരുമെന്നും മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാന്റെ വിദേശ നയത്തിൽ ഇടപെടാൻ US-ന് അവകാശമില്ല എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രസ്താവന. കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുന്നത് വലിയ പ്രത്യാഘാതത്തിന് വഴിവെക്കുമെന്നും ഇപ്പോൾ തന്നെ രാജ്യങ്ങളുടെ ചരക്ക് വിതരണത്തെ ഇത് വൻതോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് അമേരിക്ക പറയുന്നത്. അത്ര പ്രധാനപ്പെട്ടതാണ് ചെങ്കടൽ പാത. ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ വേർതിരിക്കുന്ന യമന്റെ അധീനതയിലുള്ള ബാബർ അൽ മൻഡബിന്റെ പരിസരമാണ് ഹൂതികൾ കപ്പലാക്രമണത്തിന് തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യയുടെ മാത്രം 20% ചരക്കു നീക്കം ഇതുവഴിയാണ് നടക്കുന്നത്. മൊത്തം ലോകവ്യാപാരത്തിന്റെ 12% ചരക്കും ചെങ്കടൽ വഴിയാണ് നീങ്ങുന്നത്. കപ്പലുകൾക്കെതിരെ ആക്രമണം കനത്തതോടെ ഇവയെ സംരക്ഷിക്കാനായി UK, കാനഡ, ഫ്രാൻസ്, ബഹ്റൈൻ, നോർവേ, സ്പെയിൻ എന്നിവരടക്കം 20ഓളം രാജ്യങ്ങളുടെ പ്രതിരോധ സഖ്യത്തെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ എത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ അമേരിക്ക ഹൂതികൾക്കു നേരെ കനത്ത ആക്രമണം തന്നെയാണ് നടത്തുന്നത്. ഇഡാഹോ എയർ നാഷണൽ ഗാർഡിൽ നിന്നുള്ള അധിക സ്ക്വാഡ്രണുകളും A-10 തണ്ടർബോൾട്ട് സെക്കൻഡുകളും ഉൾപ്പെടെ മേഖലയിലേക്ക് കൂടുതൽ വിന്യാസങ്ങൾ പെന്റഗൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇഡാഹോയിലെ 124ാമത്തെ ഫൈറ്റർ വിങ്ങിൽ നിന്നുള്ള 300-ലധികം എയർമാൻമാർ ഇപ്പോൾ ക്യാമ്പയിനിൽ ചേർന്നിട്ടുമുണ്ട്. ഇസ്രയേൽ ഗാസയിൽ അവസാന ഹമാസിനെയും തീർക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ചെങ്കടലിൽ ഹൂതികളുടെ സാന്നിധ്യം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പ്രതിജ്ഞ. മലയാളി വാർത്ത ഇൻസൈഡ്.